നമസ്കാരം. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതികൾ ഒരു കാലത്ത് ദാരിദ്ര്യ നിവാരണത്തിന്റെ കരുത്തുറ്റ ആയുധമായി കണക്കാക്കിയ ഈ പദ്ധതികൾ ഇന്ന് പലപ്പോഴും വിമർശനങ്ങളുടെ വലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് എന്ന പേരിൽ ജോലി ഉറപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അത് വിശ്രമത്തിനും സമയം പാഴാക്കലിനും വഴിമാറുന്നുണ്ടോ എന്ന ചോദ്യമാണ് സമൂഹത്തിൽ പലവട്ടം ശക്തമായി ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങളുമായി രംഗത്തെത്തുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന പദ്ധതിയുടെ ആത്മാവിനെ തന്നെ പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പുതിയ പരിഷ്കാരങ്ങൾ ഇനി ഉഡായിപ്പ് പരിപാടികൾക്ക് അവസരം നൽകില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വർഷങ്ങളായി 100 ദിവസത്തെ ജോലി എന്ന ഉറപ്പിനൊപ്പം ചില സ്ഥലങ്ങളിൽ യഥാർത്ഥ ജോലിക്ക് പകരം ഔപചാരിക ഹാജരും കുറഞ്ഞ ഉൽപാദനക്ഷമതയും മാത്രമാണ് കണ്ടുവരുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിൽ ഇതൊരു സാമൂഹിക ചർച്ചയായി തന്നെ മാറിയിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കു പകരം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച BBG റാംജി പദ്ധതി ഉടൻ നടപ്പിലാക്കാനാണ് നീക്കം. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കി ഉയർത്തുന്നതിനൊപ്പം കൂലിയും വർദ്ധിക്കും. കുടിയേറ്റ തൊഴിലാളികൾക്കുൾപ്പെടെ ഏത് സംസ്ഥാനത്തിരുന്നും പോർട്ടലിലൂടെ തൊഴിൽ ആവശ്യപ്പെടാം. തൊഴിൽ യഥാർത്ഥത്തിൽ നടന്നോ എന്ന് GPS ഉപയോഗിച്ച് നിരീക്ഷിക്കും. വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള നീക്കം പാളിയതിനു പിന്നാലെയാണ് പേരുമാറ്റത്തിലൂടെ വിവാദമായ BBG റാംജി ഉടൻ ആരംഭിക്കാൻ പോകുന്നതെന്നത് ശ്രദ്ധേയമാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയെ ഒഴിവാക്കിയതിനൊപ്പം കേന്ദ്ര വിഹിതം 90% നിന്ന് 60% കുറച്ചതും BBG റാംജി പദ്ധതിയെ വിവാദത്തിലാക്കിയിരുന്നു. എന്നാൽ തൊഴിൽ ലഭ്യതയ്ക്കൊപ്പം കൂലി വർധന കൂടി നടപ്പിലാക്കിക്കൊണ്ട് എതിർപ്പിനെ മറികടക്കാമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. BBG റാംജി പദ്ധതിക്ക് പോർട്ടൽ വരുന്നതോടെ തൊഴിലാളികൾക്ക് നേരിട്ടോ മറ്റാരുടെയെങ്കിലും സഹായത്തിലോ എവിടെയിരുന്നും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ ആവശ്യപ്പെടാം എന്നതാണ് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അടുത്ത 2 മാസം സ്വന്തം നാട്ടിൽ ജോലിയെടുക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ജോലി നടന്നതായി കടലാസിൽ മാത്രം കാണിച്ച് പണം നേടിയെടുക്കുന്നത് കാര്യക്ഷമമായി തടയാനാണ് GPS സംവിധാനം. ഇതിലൂടെ ജോലി ചെയ്ത സ്ഥലം GPS ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ഉറപ്പാക്കാനാകും. പദ്ധതി തുടങ്ങുന്നത് സംബന്ധിച്ച 2 വിജ്ഞാപനങ്ങൾ വൈകാതെ ഇറങ്ങുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പദ്ധതി എപ്പോൾ തുടങ്ങുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാകും ഒന്നില്ലെങ്കിൽ നടപ്പാക്കൽ രീതിയും മറ്റും രണ്ടാമത്തെ വിജ്ഞാപനത്തിലുണ്ടാകും. BBG റാംജി നിയമം കഴിഞ്ഞ ഡിസംബറിൽ കൊണ്ടുവന്നുവെങ്കിലും പഴയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴും തുടരുകയാണ്. ഇക്കഴിഞ്ഞ ബജറ്റിൽ BBG റാംജിക്ക് 95,000 കോടി നീക്കിവെച്ചപ്പോൾ തൊഴിലുറപ്പിന് 30,000 കോടിയും വകയിരുത്തിയിരുന്നു. വരും വർഷങ്ങളിൽ ഈ തുക കൂടി BBG റാംജിയിലേക്ക് മാറ്റാനാവും. BBG റാംജി നടപ്പാക്കുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി നിർത്തും. എന്നാൽ ഇവിടെ ഒരു കാര്യവും മറക്കാനാകില്ല. ഈ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. വീടുകളിൽ ഒതുങ്ങിയിരുന്നവർക്ക് ഒരു വരുമാന മാർഗം, ഒരു സാമൂഹിക ഇടപെടൽ, ഒരു ആത്മവിശ്വാസം എല്ലാം ലഭിച്ചു. എന്നാൽ അതേസമയം ചില സ്ഥലങ്ങളിൽ ജോലി എന്നതിന്റെ അർത്ഥം തന്നെ മങ്ങിപ്പോയെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ജോലി സമയം വിശ്രമത്തിനായി ഉപയോഗിക്കുന്നത്, നിർദ്ദിഷ്ട ഉൽപാദനമില്ലാതെ ദിവസങ്ങൾ കടന്നു പോകുന്നത്, ഇവയെല്ലാം ചേർന്നപ്പോൾ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനെ മറികടക്കാനാണ് ഇപ്പോൾ കേന്ദ്രം കൂടുതൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ജോലിയുടെ ഗുണമേന്മ, സമയബന്ധിതത്വം, ഡിജിറ്റൽ നിരീക്ഷണം, ഔട്ട്പുട്ട് അടിസ്ഥാനമാക്കിയ വിലയിരുത്തൽ ഇവയെല്ലാം കൂടി ചേർന്ന് ഇനി തൊഴിലുറപ്പ് ഒരു ഉറപ്പ് മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയാകുമെന്ന് വ്യക്തമാക്കും. കേരളത്തിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ചെന്നാൽ കിട്ടുമെന്ന മനോഭാവത്തിൽ നിന്ന് ചെയ്താൽ കിട്ടുമെന്ന സമീപനത്തിലേക്ക് മാറ്റം വരുത്തേണ്ട ഘട്ടമാണിത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ തൊഴിലുറപ്പിനെ ഒരു സാമൂഹിക കൂട്ടായ്മ മാത്രമല്ല, ഉൽപാദനക്ഷമമായ തൊഴിൽ എന്ന നിലയിലേക്ക് ഉയരേണ്ടതുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? അതിന് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇവയൊക്കെ ഇപ്പോഴും തുറന്ന ചോദ്യങ്ങളാണ്. കാരണം തൊഴിലുറപ്പ് പദ്ധതികൾ വെറും സാമ്പത്തിക സഹായമല്ല, അത് ഗ്രാമജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിക്കഴിഞ്ഞു. ഒരു കാര്യത്തിൽ സംശയമില്ല, തൊഴിലുറപ്പ് പദ്ധതികളുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അതിൽ വിശ്രമത്തിനല്ല, പ്രവർത്തനത്തിനാണ് ഇനി പ്രാധാന്യം.